എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിത് അതുപോലുള്ള മാസ്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴും മാസ്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും മാസ്കൊക്കെ വെച്ച് നല്ല സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മാസ്കൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ. തുണിയുടെ മാസ്കൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കഴുകിയൊക്കെ ഉപയോഗിക്കാറില്ലേ. അപ്പോൾ ഇതുപോലുള്ള സർജിക്കൽ മാസ്കൊക്കെ നമ്മൾ ഒറ്റ യൂസ് കഴിഞ്ഞ് വെറുതെ കളയല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ വെറുതെ കളയുന്ന മാസ്കൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് വളരെ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ മാസ്കിൻ്റെ 4 അരികും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 3 ലെയറായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ലെയർ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടൊന്ന് 2 പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ വൈറ്റ് കളറുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുനുകുനാ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എല്ലാ പീസുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കത്രിക വെച്ച് ഇങ്ങനെ വളരെ സിമ്പിളായി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായി വേണ്ടത് ഇതുപോലെ ഈർക്കിളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈർക്കിളി എടുത്തിട്ടുണ്ട്. ഈർക്കിളിയൊക്കെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈർക്കിളി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇതൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലുള്ള വൈറ്റ് കളറാണ്. അപ്പോൾ ബ്ലൂ കളർ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈർക്കിളിൻ്റെ അറ്റത്ത് നിന്നൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റായി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായി ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു ഐഡിയയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു പീസ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പീസ് അതിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ വിരൽ ഇങ്ങനെ നന്നായി ടൈറ്റായി പിടിക്കണം കേട്ടോ. ഒന്ന് ലൂസായി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ 2 വൈറ്റ് കളർ പീസ് ചുറ്റി കൊടുത്തിട്ട് ഞാൻ പിന്നെ ബ്ലൂ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വിരലിങ്ങനെ എപ്പോഴും ടൈറ്റായി തന്നെ ഒന്ന് പിടിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ, അത്രേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ബ്ലൂ കളർ ഞാൻ 2 ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈർക്കിളിയുടെ ഒരു പകുതി ഭാഗത്തോളം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ബാക്കിയായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചുറ്റണം എന്നുണ്ടെങ്കിൽ അതും ചുറ്റിയെടുക്കുക. പിന്നെ മുഴുവനും വൈറ്റ് കളറായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഗ്ലൂ ഒന്നും ഇല്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനിതതുപോലുള്ള ഗ്രീൻ കളർ കവർ എടുത്തിട്ട് കുറച്ച് വീതി കുറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചധികം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ ടൈപ്പിന് പകരമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അഴിഞ്ഞു പോരൊന്നുമില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം കേട്ടോ. എല്ലാവർക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്നിട്ട് ഒരു കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അങ്ങനെ ചുറ്റി കഴിഞ്ഞ് അറ്റെത്തി കഴിഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ലൈറ്റർ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഫ്ലവർ ഇവിടെ റെഡിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ചായപ്പൊടിയുടെ ഒക്കെ ആയിട്ട് കവർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരികിൽ കാണുന്ന ഗ്രീൻ കളറൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ലീവ്സ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ലീവ്സാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു ഫ്ലവറിന് വെക്കാൻ ഒരു 2 വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇതൊരു കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഒന്ന് വളഞ്ഞിങ്ങനെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാനിത് ഫ്ലവറിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീവ്സ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെക്കണമെന്നുള്ളവർക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഗ്രീൻ കളർ കവർ വെച്ചിട്ട് തന്നെയാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഗ്രീൻ ടൈപ്പ് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. പാകത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉരുക്കി അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അപ്പോൾ അങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ വെച്ച് നല്ലൊരു ഫ്ലവർ തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. പല രീതിയിലുള്ളത്, ഒരേ കളറായിട്ടുള്ളത്, പിന്നെ 2 കളറായിട്ട് വ്യത്യസ്തമായിട്ട്, അങ്ങനെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള ഫ്ലവറൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുക. വെറുതെ കളയുന്ന മാസ്ക് അല്ലേ. അപ്പോൾ ഒരു ചിലവുമില്ലാതെ ഇത്രയും ഫ്ലവർ ഞാനിങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലുള്ളൊരു കുഞ്ഞു ബോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, മിഠായിയുടെ ബോട്ടിൽ എന്തോ ആയിരുന്നു. അപ്പോൾ ഇതിൽ അതുപോലെ ഒരു ബ്ലൂ കളർ പ്ലാസ്റ്റിക്കിൻ്റെ ചിരടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതും ഞാനിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിലും ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാനിത് ഈ ബോട്ടിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ ഇത് കുഞ്ഞു ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ അല്ല, അപ്പോൾ മറിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ചെറിയ കല്ലുകളൊന്നും ഇങ്ങനെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോക്കേസിൽ, ടീപ്പോയിൽ, ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഷോ പീസ് തന്നെയാണ് കേട്ടത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്